ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജലിസ് കറി വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് മാംഗോ കുൽഫി കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു പഴുത്ത മാങ്ങ എടുക്കാം കേട്ടോ. കുറച്ച് വലുത് നോക്കിയിട്ട് എടുക്കണേ. ചെറുതെങ്കിൽ 2 എടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ ഇതെല്ലാം കൂടി നമുക്ക് കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. മൊത്തത്തിലും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാങ്ങ കഷ്ണങ്ങൾ നമുക്കിതിലേക്ക് ഏറ്റി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് പഞ്ചസാര ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മാങ്ങയ്ക്ക് നല്ല മധുരം ഉണ്ടെങ്കിൽ പഞ്ചസാരൻ്റെ അളവ് കുറച്ചാൽ മതി കേട്ടോ. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മെൽറ്റായിട്ട് വരണം കേട്ടോ. വെള്ളം ഒഴിക്കണ്ട, ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. ആ പഞ്ചസാരയും ആ മാങ്ങയും മാങ്ങ കുറച്ച് വെന്ത് കിട്ടണം കേട്ടോ. ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലേ, ഷുഗർ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോഴേക്ക് നമ്മൾ മാങ്ങയുടെ കഷ്ണങ്ങൾ നന്നായിട്ട് ഷുഗറൊക്കെ പിടിച്ചിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ചെയ്തിട്ട് എടുത്താൽ മതി. കുറേ സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് കാഷ്നട്ട് അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലേ, അത് നമുക്ക് കട്ട് ചെയ്തിട്ട് വയ്ക്കാം. ഞാൻ കുറച്ച് പിസ്തയും ബാദാമും കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, ചെറിയ പീസസ് ആയിട്ട്. പിന്നെ കണ്ടില്ലേ, മാങ്ങയുടെ കഷ്ണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ പഞ്ചസാര ഇട്ടതൊക്കെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആ സെയിം പാനിൽ തന്നെ ഒരു 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. പാലെടുക്കുമ്പോൾ അത് ഫുൾ ഫാറ്റ് മിൽക്ക് എടുത്താൽ മതി കേട്ടോ. അതാകുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി നമ്മൾ 2 കപ്പ് പാലെടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ഇത് കുറുകിയിട്ട് 1 കപ്പായിട്ട് വരണം കേട്ടോ. അപ്പോൾ അവർക്ക് ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കണേ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ബാദാമും പിസ്തയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ പാലിനൊരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എന്നിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കുക. അതിനുശേഷം നമുക്കത് പാലിൻ്റെ മാറ്റി വയ്ക്കുക കേട്ടോ. ഞാൻ മാറ്റി വെച്ച ശേഷം തണുപ്പായ ശേഷം മാത്രം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചെടുക്കുക കേട്ടോ. കണ്ട 1 കപ്പ് 1 സ്പൂൺ ഉണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂൺ പാലുണ്ട് കേട്ടോ. രണ്ട് കപ്പല്ലേ പാലെടുത്ത്, അപ്പോൾ 1 കപ്പ് പാലാവണം കേട്ടോ. തിളപ്പിച്ചിട്ട് ഒന്ന് കുറുക്കിയിട്ട് എടുക്കണം കേട്ടോ. ഇത്രയല്ല, ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടെടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ച് കൊണ്ടുവരേണ്ട, ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തിട്ട് കൊണ്ടുവന്നാൽ മതി കേട്ടോ. നമുക്ക് കുൽഫി കഴിക്കുമ്പോൾ മാങ്ങയുടെ കഷ്ണങ്ങൾ ഇങ്ങനെ കിട്ടും കേട്ടോ, ചെറുതായിട്ട്. കണ്ട പിസ്തയും ബാദാമും കൂടിയിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ. എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി കുൽഫിയുടെ മുകളിലെടുക്കുക. അതിലേക്ക് 1 കയ്യിൽ ഒഴിച്ചാൽ മതി കേട്ടോ. ഒഴിച്ചത് കുറച്ചിട്ട് ഒഴിച്ച് കൊടുത്താൽ മതിയേ. മൂടി വയ്ക്കുമ്പോൾ അത് പുറത്തേക്ക് വരാതിരിക്കും. കണ്ട സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. കണ്ട അടിപൊളിയല്ലേ, കളർഫുള്ളായിട്ടല്ലേ ഇരിക്കണേ. ഇനി നമുക്ക് കുൽഫിയുടെ മുകളിൽ നമുക്കൊന്ന്
ഗ്ലാസ് എടുക്കാം കേട്ടോ. ഇനി പേപ്പർ ഗ്ലാസ് ഉണ്ടാവില്ലേ, അതെടുക്കാം കേട്ടോ. അതെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കുക. ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് മുകളിലേക്ക് വെള്ളമൊന്നും കയറാത്ത ഭാഗത്തിൽ കവർ ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം നമുക്ക് സ്റ്റിക്കിട്ട് കൊടുക്കാം കേട്ടോ. കണ്ട, ഇതിൽ 4 ഒഴിച്ചിട്ടുണ്ട്, ഒരെണ്ണം മാത്രം ബാക്കിയുള്ളതല്ല കേട്ടോ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ. കണ്ട, ഇങ്ങനെ ആയിട്ട് കേട്ടോ. ഒരു ഓവർനൈറ്റ് ഫുള്ള് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതിയിട്ട് പിറ്റേ ദിവസം എടുത്താൽ മതി. കുഴപ്പമില്ല വെച്ചത് കുറച്ച് ഇത് വെള്ളത്തിലൊന്ന് ഇറക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. ഇത്രയല്ല കേട്ടോ നമ്മുടെ വീഡിയോ. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.